ഹായ് ഓൾ, വെൽക്കം ടു ചോപ്സ്. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ബേസിക് ഓംലെറ്റ് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓംലെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ബാച്ചിലേഴ്സിനായാലും കുക്കിംഗ് പഠിക്കുന്നവർക്കായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാനിത് ബോയിൽഡ് എഗ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോയിൽഡ് എഗ് ഓംലെറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മൊസറല്ല ചീസ്, എഗ്ഗ്, ഒരു ചെറിയ ടൊമാറ്റോ, പിന്നെ ഓണിയൻ, ഗ്രീൻ ചില്ലി, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ സോൾട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 എഗ്സാണ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. എഗ്ഗ് ഇപ്പോൾ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ കുറച്ച് കട്ടിയിലാണ്, അല്ലാണ്ട് കനം കുറയ്ക്കരുത്. ഈ ഒരു കട്ടിയിൽ ആയിട്ട് എടുക്കണം. അപ്പോൾ ഒരു എഗ്ഗ് അതിൻ്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡ് 2-3 പീസായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ളത് ചെയ്യാം. അതിന് ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഞാൻ ഏകദേശം ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇടാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോസും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. നമ്മൾ നോർമലി ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് എല്ലാ വെജിറ്റബിൾസും പിന്നെ ഇട്ടിട്ടുള്ള ഉപ്പും എല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരും. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഓംലെറ്റ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മിക്സ് ഉണ്ടാക്കാണ്. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാണ്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും എണ്ണ പിടിച്ചോളും. ഇനി നമ്മൾ എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചിട്ട് അതിലേക്ക് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബോയിൽഡ് എഗ്സ് എല്ലാതും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബോയിൽഡ് എഗ്സ് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. മറ്റേ എഗ്ഗ് അടിച്ചെടുത്തിട്ടുള്ളത് 3 എഗ്സാണ്. ആ 3 എഗ്ഗിൻ്റെ പകുതി ആണ് ബാറ്ററാണ് ഇതിലാദ്യം ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എല്ലാ സ്ലൈസസും ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ പീസസും അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസും കൊറിയാണ്ടർ ലീവ്സിൻ്റെയും പിന്നെ ക്രഷ്ഡ് ചില്ലിയുടെയും മിക്സ്ചർ ഇതിലേക്ക് ഇട്ട്
ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ എല്ലാ സൈഡിലും ഉള്ള പോലെ ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മീതേക്കായിരിക്കണം, അത് നടുവിലായിരിക്കണം ഇട്ട് കൊടുക്കുന്നത്, സൈഡിലാവാണ്ട് നോക്കണം. അടുത്തതായിട്ട് നമ്മുടെ ബാക്കിയുള്ള എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് പതുക്കെ അതിൻ്റെ മീതെ കൂടെ ബോയിൽഡ് എഗ്സിൻ്റെ മീതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിന് സ്ലോ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് ഫുള്ളി കവർ ചെയ്യുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 to 3 minutes കുക്ക് ചെയ്യും. ഇനി ഇതൊന്ന് തുറന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇതിനി ഒന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2 to 3 minutes കുക്ക് ചെയ്യണം. ഇതിപ്പോൾ 3 minutes കുക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി അത് തിരിച്ചിടാണ്. അപ്പോൾ മറ്റേ സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് അത് ഒന്ന് നടുവിലൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെയേഴ്സ് കാണാൻ പറ്റും. നമ്മൾ ബോയിൽഡ് എഗ്ഗ് വെച്ച് ഇത് കണ്ട ഒരു വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന ഉള്ളിൽ ആ ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ സൈഡിൻ്റെയാണ്, മറ്റേ ഹാഫ് സൈഡിൻ്റെ ലെയർ ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തു. അപ്പോൾ 4 പീസസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇപ്പോൾ ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. 2 സൈഡിലും ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചെയ്യാം, ലഞ്ചായിട്ട് ചെയ്യാം, ഡിന്നറായിട്ടും ചെയ്യാം. ഈവൻ നമ്മളിത് പറാത്ത റോളിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും, സാൻഡ്വിച്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ബോയിൽഡ് എഗ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ചീസിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റാണിത്. അപ്പോൾ എല്ലാവരും ബോയിൽഡ് എഗ് ഓംലെറ്റ് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.